ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന സയൻസ് സിറ്റി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് സയൻസ് സിറ്റിയുടെ കവാടമാണ്. അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിൻ്റെ അടുത്ത് കോഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സയൻസ് സിറ്റി ഉള്ളത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സയൻസ് സിറ്റിയാണിത്. ഇവിടെ കുട്ടികൾക്കായിട്ട് ധാരാളം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം, കൂടുതൽ കാഴ്ചകൾ കാണാം. അക്ഷരനഗരിയായ കോട്ടയത്തെ പ്രധാന ആകർഷണമായി സയൻസ് സിറ്റി മാറിയിരിക്കുന്നു. MC റോഡിൽ കൂത്താട്ടുകുളത്ത് നിന്നും 17 കിലോമീറ്റർ ദൂരത്തായി കോഴയിലാണ് ഈ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം പട്ടണത്തിൽ നിന്നും 25 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ സ്ഥാപനം. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രവേശന ഫീസ് ഉണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ചാർജ്. ഈ സയൻസ് സിറ്റിക്കുള്ളിൽ ഒരു 3D തിയേറ്റർ ഉണ്ട്. 3D ഷോ കാണണമെങ്കിൽ 30 രൂപയുടെ പ്രത്യേക ടിക്കറ്റ് എടുക്കണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നിലവിൽ ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. മുപ്പത് ഏക്കർ വരുന്ന ഒരു സ്ഥലത്താണ് ഈ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2014 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയായിരുന്നു ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. നിലവിൽ സയൻസ് എക്സിബിഷൻ ഹാൾ, സയൻസ് ഗാലറി, 3D തിയേറ്റർ, സയൻസ് പാർക്ക്, സെമിനാർ ഹാൾ, ആക്ടിവിറ്റി സെന്റർ, വർക്ക്ഷോപ്പ്, ദിനോസർ എൻക്ലേവ് എന്നിവയാണ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയമാണ്. വിജ്ഞാനത്തോടൊപ്പം വിനോദവും പ്രദാനം ചെയ്യുന്ന ഫൺ സയൻസ് ഗാലറി കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. കടൽ കാഴ്ചകളും അറിവുകളും ആകർഷകമായി അവതരിപ്പിച്ചിരിക്കുന്ന മറൈൻ സയൻസ് ഗാലറിയും മുതിർന്നവർക്കും ഒരേപോലെ കണ്ടു രസിക്കാം.
ഭൗതിക ശാസ്ത്രത്തിലെ തത്വങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രദർശന വസ്തുക്കൾ അടങ്ങിയ സയൻസ് പാർക്ക്, കുട്ടികൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ സൗകര്യമുള്ള ആക്ടിവിറ്റി സെന്റർ എന്നിവയും എടുത്തു പറയണം. കുട്ടികൾക്ക് കൗതുകകരമായ കാഴ്ചകളിലൂടെയും കളികളിലൂടെയും ശാസ്ത്രത്തെ അനുഭവിക്കാൻ ഇത് ഉപകരിക്കുന്നു. ഇത് ക്ലാസ് മുറികളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളിൽ നിന്ന് അപ്പുറമായിരിക്കും. വികസിത രാജ്യങ്ങളിലെ സയൻസ് സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച ഇവിടെ കാണാൻ കഴിയും. കുട്ടികൾ അല്പം അശ്രദ്ധമായി കൈകാര്യം ചെയ്താലും പെട്ടെന്ന് കേടുവരികയോ പൊട്ടുകയോ ചെയ്യാത്ത രീതിയിൽ ബലപ്പെടുത്തിയാണ് ഇവിടുത്തെ പല നിർമ്മിതികളും. ശാസ്ത്രതത്വങ്ങളും അതിന്റെ പ്രായോഗിക വശങ്ങളും ഉൾപ്പെട്ടതാണ് ഫൺ സയൻസ് ഗാലറി. ഇവിടെ 50ഓളം ഇനങ്ങൾ വിവിധ ശാസ്ത്രശാഖയുടെ കീഴിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, സൗണ്ട് ഓഫ് മ്യൂസിക്, ബ്രെയിൻ ഗെയിംസ്, ഗണിത മാതൃകകൾ എന്നിവ പല വിഭാഗങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ പദ്ധതിക്ക് 59.66 കോടി രൂപയാണ് ചെലവായിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാർ 52.41 കോടി രൂപയും കേന്ദ്ര സർക്കാർ 7.25 കോടിയുമാണ് മുതൽ മുടക്കിയിരിക്കുന്നത്. ടോപ്പോഗ്രഫി എന്ന സങ്കേതത്തെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നതും ആകർഷണമാണ്. പരന്ന പെട്ടിയിൽ നിരത്തിയിരിക്കുന്ന മണലിന്റെ നിരപ്പ് വ്യത്യാസം അനുസരിച്ച് അതിനു മുകളിൽ പല നിറങ്ങൾ നിറയുകയാണ്. ഉയര വ്യത്യാസം അനുസരിച്ചാണ് നിറങ്ങളുടെ വിന്യാസം. ഇത് കൂടുതൽ വിശദമായി മുന്നിലെ സ്ക്രീനിലും കാണാം. കൈകൾ കൊണ്ട് മണലിൽ കൂന കൂട്ടുകയോ മറ്റോ ചെയ്താൽ അതിനനുസരിച്ച് നിറവ്യത്യാസത്തിലും മാറ്റം വരും. എമേർജിംഗ് ടെക്നോളജിയുടെ ഒരു വശത്താണ് മറൈൻ സയൻസ് ഗാലറി സജ്ജീകരിച്ചിരിക്കുന്നത്. കടലിനടിയിലെ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. വിവിധയിനം കടൽ സസ്യങ്ങൾ, അവയുടെ കടലിനുള്ള വിന്യാസം, കടൽ ജീവികൾ എന്നിവയുടെ മാതൃകകളും ഇവിടെ കാണാം.
വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ അപൂർവ ഇനം സസ്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കൃത്രിമ വനത്തിന്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ജോലികളിൽ തൊഴിലുറപ്പ് ജോലിക്കാർ ഏർപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ നിർമ്മാണം ഏതാണ്ട് 1 മാസത്തിനകം പൂർത്തിയാകും എന്ന് അറിയാൻ കഴിഞ്ഞു. ഈ സയൻസ് സിറ്റിയിൽ ജൈവ വൈവിധ്യ പാർക്കിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഴൂർ ബ്ലോക്ക് പഞ്ചായത്ത്, കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ നേതൃത്വത്തിലാണ് പാർക്ക് തയ്യാറാക്കുന്നത്. ഏകദേശം 60 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. കുറവലങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് 85 തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഈ ദൗത്യത്തിന്റെ ഭാഗമാവുന്നത്. വനങ്ങളിൽ ലഭ്യമായ തനത് സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, അന്യം നിന്നു പോകുന്ന അപൂർവ സസ്യയിനങ്ങൾ, ഓർക്കിഡുകൾ, കള്ളിച്ചെടികൾ, ഉദ്യാന സസ്യങ്ങൾ, സുഗന്ധവ്യഞ്ജന സസ്യങ്ങൾ, വിവിധതരം മുളകൾ, പനവർഗ ചെടികൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഈ പാർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി കോട്ടയം MP ആയിരിക്കെയാണ് സയൻസ് സിറ്റി പദ്ധതിക്ക് തുടക്കമിട്ടത്. ശാസ്ത്രത്തിൽ യുവതലമുറയുടെ ഗവേഷണ താല്പര്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യമാണ് സയൻസ് സിറ്റി എന്ന ആശയത്തിലേക്ക് തന്നെ എത്തിച്ചതെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥാപനമാണിത്. അതിന് നമ്മുടെ സ്കൂൾ അധികൃതർ പ്രത്യേകം മുൻകൈ എടുക്കേണ്ടതാണ്. എല്ലാ കുട്ടികളെയും നിർബന്ധമായും ഇവിടെ കൊണ്ടുവരണം. ശാസ്ത്രീയമായ തത്വങ്ങളും അറിവുകളും കൗതുകത്തിലൂടെ പകർന്നു കൊടുക്കുന്ന ഈ സയൻസ് സിറ്റിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.